നല്ലൊരു ബോട്ടി ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇനി ബോട്ടി ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ നഷ്ടമല്ല, കാരണം സെയിം റെസിപ്പിയിൽ ബീഫ് ഉണ്ടാക്കിയാൽ മതി. ബോട്ടിക്ക് പകരം ബീഫ് ഫ്രൈ ആക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പം ബോട്ടി കഴുകുമ്പോൾ നന്നായി കഴുകിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളവും കളഞ്ഞെടുത്ത് വീണ്ടും കഴുകിയിട്ടാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ടത് 3 തക്കാളി, ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചിക്കൻ മസാലപ്പൊടി, ബീഫ് മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഈ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. നന്നായി വെന്തതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ച് കളയുക. എന്നിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. നന്നായി വഴറ്റിയതിന് ശേഷം മുളക് പൊടി ഇടുക. അതും നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബോട്ടി ആഡ് ചെയ്യുക. പിന്നീട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നീട് ലാസ്റ്റ് മല്ലിയില, കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടി ഫ്രൈ റെഡി.